എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കും ഇത് റോസാപ്പൂവാണെന്ന്. വൈറ്റ് റോസ അല്ല കേട്ടോ, ഇത് മുല്ലപ്പൂവാണ്. ഞാൻ 2 മുല്ലച്ചെടികൾ വാങ്ങിയായിരുന്നേ. 2 മുല്ലച്ചെടിയിൽ ഒന്ന് സാധാരണ ഒരു 3-4 അടുക്ക് വരുന്നത്. ഇത് 10-15 അടുക്കുണ്ട്. നോക്കിയേ, 10-15 അടുക്കുണ്ട്. ഇനി അത് വിരിയാനുണ്ട്. അപ്പോൾ ഇത് ഒരു തണ്ടിൽ ചിലപ്പോൾ ഒരു മുട്ടയെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ 2-3 മുട്ട ഇങ്ങനെയൊക്കെ കാണത്തുള്ളൂ. സാധാരണ മുല്ലയിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ മുട്ടുകൾ ഇങ്ങനെ ഒരുപാട് കാണത്തില്ലേ? ഇത് അത്രയും കാണില്ല കേട്ടോ. 1-2 ചിലപ്പോൾ ഒന്നിങ്ങനെ വിരിഞ്ഞിരിക്കും, റോസാപ്പൂ മാതിരി. അപ്പോൾ ഇന്ന് വിരിഞ്ഞ പൂവാണിത്. എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ പൂ പറിച്ച് നിങ്ങളുടെ അടുത്ത് വന്നത്. ഇന്ന് 4 പൂവുണ്ട്, പക്ഷെ മറ്റേ 3 ഒത്തിരി ചെറുതാണ്. അത് ചെറുതാണെന്ന് പറഞ്ഞത് എനിക്ക് ഇത്രയേ ഉള്ളൂ. ഒരു ചെടി തന്നെ ഉള്ളതാണ്. തേണ്ട ഇതൊരെണ്ണം, പിന്നെ ഒന്ന് മുട്ട, ഒരു ചെറിയ മുട്ടാണ് ഇത്. ഇത് കണ്ടോ, എനിക്കെടുക്കാൻ പറ്റില്ല. ഞാൻ ഒരു കയ്യിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ടാണ് ഇതേ കണ്ടോ, അങ്ങനെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പൂവാണ്. ഒരു 2 പൂ തലയിൽ വെച്ചാൽ റോസാപ്പൂവാന്നേ പറയുള്ളൂ. എനിക്ക് അത്രയ്ക്ക് സന്തോഷം തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം സൗണ്ടുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഈ മുല്ലപ്പൂ കൊണ്ട് വന്നത്. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും എന്താ ഇവർ ഒരു മുല്ലപ്പൂ കാണിച്ചിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ ഒരു മുല്ലപ്പൂവും അതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതേപോലെ നല്ല സ്മെല്ലാണ് കേട്ടോ. പൂ കാണാനും അത്രയ്ക്ക് ഭംഗിയാണ്. നോക്കി, റോസാപ്പൂ മാതിരി തലയിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ കൈ ഒന്നും ശരിയില്ല, എനിക്ക് സ്ട്രോക്കൊക്കെ വന്നിരിക്കുകയല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് കുറവായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് കോപ്പിറൈറ്റ് വന്ന് അത് റിമൂവ് ആയിപ്പോയി. അതിൽ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ഒരുപാട് വർഷം വെച്ച ഒരു അക്കൗണ്ടായിരുന്നു. ചിലർക്കൊക്കെ അറിയാം. പക്ഷെ അതിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. ഇത് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7 മാസം ആകാൻ പോകുന്നു. പക്ഷേ ഞാൻ കുറച്ച് റീൽസൊക്കെ ഇട്ടിട്ടുള്ളൂ. എനിക്കൊരു 50 സബ്സ്ക്രൈബർ കണ്ടായിട്ടേ ഉള്ളൂ കേട്ടോ. 50 ആയിട്ടില്ല കേട്ടോ. 42 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ ഉള്ളൂ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ നല്ല വീഡിയോ ഒക്കെ ഇടാം, നിങ്ങളുടെ മുന്നിലേക്ക് വരാം. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമൻ്റൊക്കെ തരണം. എല്ലാവരോടും ഉള്ള അപേക്ഷയാണ്. എന്നെ ഇഷ്ടമായാൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ ഇനിയും നല്ല വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഞാൻ എൻ്റെ സ്വന്തം സൗണ്ടിൽ നിങ്ങളോട് എന്താ പറയുക അപേക്ഷിക്കുകയാണ്. എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതി എല്ലാവരോടും ചോദിക്കുകയാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ്